BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി അടച്ചു. ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ്. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു. ആ വാതിലടയ്ക്കുന്നു. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് ഉണ്ടാവില്ല. അവസാനം അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കും. ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. അത് ഞങ്ങൾക്ക് അല്ലല്ല UDF എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണം. മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ അസോസിയേറ്റ് മെമ്പറാക്കിയതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഘടകകക്ഷി മെമ്പറാക്കുകയാണെങ്കിൽ ആക്കാതിരുന്നിട്ടാണ്. അത് ഞങ്ങൾ തയ്യാറല്ല. ഘടകകക്ഷിയാക്കണ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. മറ്റ് രണ്ടുപേരും സമ്മതിച്ചല്ലോ, അത് പിന്മാറിയതാണ്. അത് ലോസ്റ്റ് ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോടതി കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൻ തോക്കുകളുടെ ബിഗ് ഗൺസ് ഒന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട്. അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് SIT അല്ല CBI ആണ് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത്. കേരള പോലീസ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത്. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാമല്ലോ. ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു. ഗവൺമെൻറ് നിയന്ത്രണത്തിലായിരുന്നു SIT എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യില്ല. കുറേ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് ഇത് അവസാനിപ്പിച്ചാണ്. ഇനിയും വരണം. ഇനിയും ഉത്തരവാദികളായ ആളുണ്ട്. എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.